Hello guys, welcome back to Alpha Vlogs. ഇതിൽ ഇൻട്രോ ഫിദായാണ് പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ ഉമ്മായും പപ്പായൊന്നും ഇല്ല കേട്ടോ. അവരിപ്പം വിതിരയിൽ പോയിരിക്കുവാണ്. അപ്പോൾ അവിടെ നമുക്ക് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഷീറ്റൊക്കെ വിൽക്കാനായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അങ്ങോട്ടേക്ക് പോയിരിക്കുവാണ്. അപ്പോൾ ഇന്ന് തന്നെ കറക്റ്റ് ടൈമിങ്ങിന് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ കണ്ടു കാണുമല്ലോ, ആ ഗിഫ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മെയിൽ കൊടുത്തതിൽ പിന്നെ കസ്റ്റംസിൽ വന്നിട്ട് അത് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 2 ദിവസമായപ്പം അത് വന്നു, അതായത് മിനിഞ്ഞാന്നാണ് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് വന്നത്. പക്ഷേ ഇന്നായപ്പോൾ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാപ്പാടെയൊക്കെ വിചാരം സംഭവം ഇപ്പോൾ കിട്ടത്തില്ല, കുറച്ചും കൂടി ടൈം എടുക്കുമെന്നാണ്. പക്ഷേ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്. അവരിപ്പോൾ എന്തായാലും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഫിദായും കൂടി പുറത്തേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കുറച്ചൊന്ന് സർപ്രൈസ്ഡ് ആയിട്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ വിളിച്ച് നോക്കാം. വിളിച്ചിട്ട് നമ്മൾ പുറത്ത് പോവുകയാണെന്നൊന്ന് പറയണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. വിടുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വിളിച്ചു നോക്കാം കേട്ടോ. ഗൈസ്, നമുക്ക് ഫിദായെ കൊണ്ട് ചോദിപ്പിക്കുക, എങ്കിലേ സമ്മതിക്കുള്ളൂ. ഞാൻ ചോദിച്ചാൽ സമ്മതിക്കൂല ചിലപ്പോൾ. സീറ്റൊക്കെ എടുത്ത് വെക്കണേ ഉള്ളൂ, തേങ്ങയും കൂടെ എടുത്തിട്ടിട്ട് ഇപ്പം വരും. കുറച്ച് കഴിയും, ഒരല്പം. എന്ത് അയിലാക്ക് എന്തോ കൊറിയർ വന്ന് 2 ദിവസമായി. ഇന്ന് ഉച്ചക്ക് അങ്ങ് പോകുന്നു, തിരിച്ച് റിട്ടേൺ അയക്കുമെന്ന്. ഇപ്പൊ പോയി വാങ്ങിച്ചാലേ കിട്ടത്തുള്ളൂ. വന്നിട്ട് വാങ്ങിച്ചാ പോലെ ആർട്ടിഫിഷ്യൽ ആക്കിക്കോളൂ. ഫിദാക്ക് വേറെന്തോ കൂടെ വാങ്ങിക്കണോന്ന്. നമ്മള് വണ്ടി പോയിട്ട് വരാം, അരമണിക്കൂർ. ഇല്ല, അവക്ക് മറ്റേ അവിടെ കോഫി കേക്സിൽ എന്തിനാ പോണോന്ന്. ഓ, നിങ്ങൾ എത്ര സമയം എടുക്കും? ഞങ്ങള് തന്റെ സീറ്റ് വിട്ടില്ല, ഇനി തേങ്ങ കൂടെ അടക്കണം. തോനെ താമസിക്കൂല, എന്നാലും ഒരു 2-3 മണിക്കൂർ കഴിയും. ഓ ശരി ശരി. ഓ, വാപ്പാരെ പറഞ്ഞിരിക്കണേ. ലോക്ക ഓക്കേ ഗൈസ്, അമ്മച്ചി ഇറങ്ങിയപ്പോ എന്റെ പൊന്നോ എന്ത് ചൂടാന്നറിയോ ഗൈസ്. അപ്പം നമുക്ക് പോവാം. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഫിദായുടെ അടുത്ത് വീഡിയോ എടുക്കാൻ കൊടുത്താൽ ഫിദാക്ക് കറക്റ്റ് പിടിക്കാനേ അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നമ്മൾ ഏത് ഫാൻസിയിലാണ് കയറാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് വന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഞാൻ നൈൽ പോളിഷ് ഉണങ്ങിയിട്ടില്ല, ഞാൻ ഇപ്പോൾ ഇട്ടതാണ്, വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, പോയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോവാറായി, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചൊരു ഇടവഴിയുണ്ട്. അപ്പം മെയിൻ റോഡിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയൊരു പേടിയാണ് കേട്ടോ. വണ്ടിയെല്ലാം ഇങ്ങനെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എപ്പോഴും വണ്ടി എടുക്കാറില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. മറ്റേത് പൊതുവേ ഫിദായുടെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്. ഉമ്മായാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നത് മാത്രമേ എനിക്ക് അറിയാവൂ. നമുക്ക് എവിടെ പോയി ഇറങ്ങാം? നമുക്ക് ഗിഫ്റ്റ് പോവാം, അവിടെ ആണെങ്കിൽ എല്ലാം കിട്ടുമല്ലോ. മുകളിലോട്ടാണോ? ഇനി
നമുക്ക് വെളുത്തോട്ട് പോകണം. അല്ലെ വെളുത്തോട്ടല്ല, സോറി ഗൈസ്, ഇടത്തോട്ട് പോകണം. ഞാൻ ഇവിടെ ഈ നെടുമങ്ങാട് ഏരിയയിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഒറ്റയ്ക്ക് വണ്ടി എടുക്കുന്നത്. സോ ചെറിയൊരു പേടി ഇല്ലാണ്ടില്ല. എന്നെ എന്ത് വിശ്വസിച്ചാണ് എൻ്റെ വാപ്പായുമായി വണ്ടി തന്നു വിട്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊതുവെ അങ്ങനെ ഒറ്റയ്ക്ക് പോകാന്ന് പറയുമ്പോൾ സമ്മതിക്കാറില്ല. കമ്മിയാണ്, നമുക്കിങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് നേരം വീഡിയോ എടുക്കാൻ ഫിദ നോക്കാം. വാ നല്ല വെയിലുണ്ട്. നമുക്ക് അവിടുത്തെ ഗിഫ്റ്റ് സെന്ററിൽ കയറാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വാ, AC ആയതുകൊണ്ട് ഇവിടെ പോ. ഇപ്പം ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഡെക്കറേഷൻ്റെ. 100K എവിടെ ചേട്ടാ? ഗിഫ്റ്റ് പേപ്പർ വേണമായിരുന്നു. ഇതിലേത് വേണം ഫിദ? ഇതിലേത് വേണം ഫിദ? റെഡ് ആയിരിക്കും, റെഡ് വേണം. കുറച്ചും ഗ്ലിറ്റർ പോലെ വരുന്നില്ലേ ഈ പേപ്പർ ടൈപ്പ് അല്ലാണ്ട്? ഇതന്നെ, ഇതെടുക്കാം അല്ലേ? ഇതിൻ്റെ ഒരു എത്ര എണ്ണം വേണ്ടി വരും? ഒരു ഷീറ്റ് ഇത്രയല്ലേ? ഒരു 4 എണ്ണം വേണ്ടി വരൂലേ? ഒരു 4 എണ്ണം. ഒന്നെങ്ങനെ തികയും? എന്താ ഡെക്കറേറ്റ്? ബലൂൺസ് വാങ്ങണം. അത് നല്ല രസമുണ്ട് അല്ലേ? ഭയങ്കര ഐസ്തെറ്റിക് ആയിട്ട് കൊള്ളാം. നൈസ്. അത് ഹാപ്പി ബർത്ത്ഡേയുടെ അല്ല, അത് നമുക്ക് ആവശ്യമില്ലല്ലോ. ബാക്കില് അതിങ്ങനെ നീട്ടി എടുക്കുമ്പോഴായിരിക്കും. റെഡിന് ഏത് വെച്ചാ? വൈറ്റ് ഉണ്ടോ? എൻ്റെ സിൽവർ എന്തെങ്കിലും? ഇത്രേ ഉള്ളൂ. ബ്ലൂ എടുക്കാന്നാ ഫിദ? ബ്ലൂ മതി. 2 എണ്ണം വേണം. കല്യാണത്തിനാ? ആരുടെ അറിഞ്ഞൂടെ? എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങി പിന്നെ ഇവിടെ വന്ന മെയിൻ പരിപാടി ഇങ്ങനെ നടക്കും. കുറച്ചിങ്ങനെ നോക്കും എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടോ. എന്ത് ഫിദായം കൊണ്ടുവന്നാൽ അന്നത്തെ ദിവസം ഫാൻസിന്ന് തന്നെ ഒരു 1000 എബോയ്ക്ക് അവൾ പർച്ചേസ് ചെയ്യും. എന്താണ് വാങ്ങണതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. പക്ഷെ ഭയങ്കര ചിലവാണ് ഇവളെയും കൊണ്ടുവന്നത്. പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ല. പിന്നെ അപ്പുറത്ത് വീട്ടിയപ്പം ഉണ്ടായിരുന്നു. വീട്ടിയപ്പാരുടെ അടുത്ത് അവൾ സാധനം വാങ്ങാനാണെന്ന് അറിഞ്ഞാൽ അവൾ കൂടെ വരും. അതാണ് സംഭവം. ഇതെന്താ സാധനം? ക്ലേയാ? 100 ആയിരിക്കും. എടുത്തോ. മറന്നുപോയാ? ഉമ്മ ഇന്ന് ഞെട്ടും. വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ് ഈ BTS. എനിക്കിഷ്ടമല്ല, എന്താ അറിയില്ല. പേഴ്സണലി ഐ എം നോട്ട് എ ഫാൻ. ഇവിടെ എപ്പോൾ വന്നാലും ഞാനിതിങ്ങനെ നല്ല രസമാണ്. നല്ല രസമുണ്ടല്ലേ? പേടിയെന്ന് പറയുമ്പോൾ വീണ്ടും പൊട്ടുമോ എന്നുള്ളതാണ്. പോവാം. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കാനൊക്കെ. വാ. നിനക്കൊന്നുമില്ല. വാ. എന്തരേ? അതെടുത്തല്ല. വാ. വന്നിട്ട് എന്തെങ്കിലും സമാധാനം കിട്ടില്ല. കമ്മലിമാല താല്പര്യമില്ലാത്ത സെക്ഷനാണ് കമ്മലിമാല. ഇല്ല, നിനക്ക് ലവ് ഉണ്ടോ? ഞാൻ എടുത്തു തരാം. ഓക്കേ, എനിക്ക് ലവ് അല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. അത് 2 കൈ കൊണ്ട് പിടിക്കുക, എന്നാലേ കാണാൻ പറ്റും. ഞാൻ ഇത് മാത്രം എടുക്കും. അത് മാത്രം അങ്ങനെ എടുക്കണ്ട. എന്താ എനിക്ക് മാത്രം എനിക്ക് കാണും ചിലപ്പോ.
ഇല്ല, ഒരു തുള്ളി പോലും കയറി. അല്ല ഗൈസ്, എന്റെ പ്രേമം പൊട്ടിപ്പാളി. എന്റെ നോക്കട്ടെ പിടിച്ചേ. അയ്യോ, ഈ ചെറിയ അത് പൊട്ടിക്കല്ലേ. ഞാൻ കുറച്ചല്ലോ. ഫിദാരുന്ന നിറയുന്നുണ്ട്. വാ വാ, പോവാം. ടൈമില്ല വാ. ഓക്കെ ഗായ്സ്, പോക്കറ്റില്ലേ കയ്യിൽ വെച്ചോ. എനിക്കുണ്ട്, എനിക്ക് സാധനം എടുക്കണ്ടേ. മാങ്ങാച്ചാറാ? എന്റെ പടച്ചോനെ, കൊണ്ടുവന്നത് പ്രശ്നമായി എന്ന് തോന്നുന്നുണ്ട്. മാങ്ങാച്ചാറ് വേണോ? ഇനി അതും തപ്പി വീട്ടിലൊക്കെ എത്തുമ്പോൾ അവർ മിക്കവാറും അവർ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് സർപ്രൈസ് തരും. അവിടെ പുറത്തുണ്ടാ? വാ ഗൈസ്, അങ്ങനെ നമുക്ക് ബലൂണ് കിട്ടിയിട്ടില്ല. ഇതെവിടെ? നമുക്ക് ബലൂണ് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ബലൂണ് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിൽ വന്നിട്ടുണ്ട്. ബിസ്മിയിൽ വന്നു. നമുക്ക് അവിടെ പോയി നോക്കാം. ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ് ബലൂൺസ് ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇത് ഞാൻ ഉണ്ടാക്കി വീട്ടില്, ബട്ട് ഇങ്ങനെയല്ല, ബ്ലാക്ക് ഉണ്ടല്ലോ. ക്യൂട്ടല്ലേ ഇത്? കുഞ്ഞിത് ബ്ലാക്ക് ഉണ്ട്. കൊള്ളാലേ? മഞ്ഞയല്ലോ. നോക്കി, ഇത് കത്തി. ഇത് കത്തുന്നില്ല, അതും കത്തും. കൊള്ളാല്ലേ രണ്ടും? ഒരു മീറ്ററോളം വാങ്ങി, ഈ ഒരു സാധനവും വാങ്ങി. അത് നല്ലതാ ഗൈസ്. ഇത് റെഡ് വൈൻ ആണ്. ബ്ലൂ വൈനാ? അല്ല, ഞാൻ എന്താ ഇത് വായിച്ചിട്ടാണ് പറഞ്ഞത്. റെഡ് വൈൻ ബ്ലൂ. പ്ലം കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് അല്ലായിരുന്നു, അതിൻ്റെയാണ്. ബില്ലടിക്കാം നമുക്ക് പോയിട്ട്. നഫിദ ഇത് കഴിക്കേ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. കാര്യം ഒന്നും കഴിക്കാണ്ട് കൊണ്ടുവന്നാൽ ശരിയാവില്ല. വാ, ഐപാഡൊക്കെ എടുത്തിട്ടിരിക്കണം. നോക്ക് വാ ഗൈസ്. സ്റ്റേ. അപ്പോൾ നമ്മുടെ ബലൂണൊക്കെ ഇവിടെ ഉണ്ട്. ബലൂൺ വാങ്ങിയത് കൂടി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം ഈ സൈസിലാണ്. ഇങ്ങനെ ബലൂൺ കുറേ പെരുക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എവിടെ ബലൂൺ? നമ്മളിതിനകത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഗിഫ്റ്റ് പേപ്പർ ഇവിടെ ഉണ്ട്. അപ്പം ഗൈസ്, കറക്റ്റ് ടൈമിൽ അച്ചുവാമി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അച്ചുവാമിയാണ് ഇപ്പോൾ ക്യാമറ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ലെയർ ബലൂണ് വെച്ചു. അതിൻ്റെ മുകളിലാണ് ഞാൻ അയ്യോ, വീട് ഫുള്ള് ബലൂൺ. ഇതോ തറയിൽ ഫുള്ള് ബലൂൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലേ ബട്ടൺ ഇതിനകത്തോട്ട് വെക്കാം. പ്ലേ ബട്ടൺ റൈഡ് തുടങ്ങി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബലൂൺ ഫിൽ ചെയ്യാം. വീണ്ടും ബലൂൺ എടുത്തിട്ട് വരാം. ബലൂൺ ഇങ്ങനെ പോപ്പാവും, പക്ഷെ ഫുള്ള് വരൂല. ഇവിടെ നമ്മളിങ്ങനെ കുത്തി ഞെരുക്കി അടച്ചു വെക്കുകയാണ്. പൊട്ടല്ലേന്നാണ്, കൂടുതൽ അമർത്തണ്ട.
നമ്മളിവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ടാട്ടോ വെക്കുന്നത്. ഗൈസ് ഉമ്മായും പപ്പായും വന്നിട്ടുണ്ട്. വേണ്ടേമ്മ കൊറിയർ എന്തായിരുന്നു വെച്ചാ ഏതോ ഒരു ബ്രാൻഡ് ഒരു പുതിയ പ്രൊഡക്റ്റ് അയച്ചെന്ന്. അത് നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് അൺബോക്സ് ചെയ്യണോന്ന്. അതതിൽ കാണും, അത് തുറന്നു നോക്കിയാലേ അറിയാവൂ. ചായ ഇട്ടില്ല. ഇത് അൺബോക്സ് ചെയ്തിട്ട് പോവാം. ഡ്രസ്സ് മാറ്റിയിട്ട് വരി പെട്ടെന്ന്. ഫാമിലി ആയിട്ട് തന്നെ വേണോന്നവർക്ക്. പെട്ടെന്ന് വരി. അത് അവരൊരു കാര്യം പറയുമ്പോൾ പിന്നെ ഒരു ബ്രാൻഡ് ഇനി പിന്നെ വേറെ അവരൊന്നും അയക്കേയില്ല. എങ്കിൽ കുളിച്ചിട്ട് വരി, പെട്ടെന്ന് വരി. ഫിദ ചായ ഇടും. ഫിദ ാണ്. എത്ര രൂപ കിട്ടി? എത്ര രൂപ? അയ്യോ എത്ര രൂപ കിട്ടി? 500 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചതാണ്. അല്ല ഇന്ന് എന്നെയും കൊണ്ടുപോയിട്ട് വാങ്ങിച്ചേ. എന്തിനാക്കിയാ വാങ്ങിച്ചേ? കാറിൽ പോയി, എടാ സ്വിഫ്റ്റിൽ പോയി. അതൊക്കെ പ്രോ ഒച്ച് പോവും അതിനെക്കാട്ടി നേരത്തെ. എന്തൊക്കെ ക്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് എടുത്ത്. നിങ്ങൾ പോയിട്ട് വരി, പെട്ടെന്ന് അൺബോക്സ് ചെയ്യണം. എങ്കിൽ പതുക്കെ മതി. പിന്നെ ഫാമിലി ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളെ എഡിറ്റ് ചെയ്ത് കേട്ടോ. അല്ല വേണ്ട, അത് വേണ്ട, അങ്ങനെ കിട്ടിയണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എന്തോ ഗിഫ്റ്റ് കണ്ടിട്ടില്ലാത്തോ. ആ ഓക്കെ, ഇത്രയും മതി. ഇനി പൊളിച്ച കാർഡ് ബോർഡ് കാണും. എന്തിനാണ് ആ സൈഡ് ആ ഭംഗിയിലിരുന്നോണ്ട്. ആ ബെസ്റ്റ്. ഫിദയാണ് അൺബോക്സ്. ഓ ഫിദ വലിക്കില്ലേ? ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. ഓ ഇതല്പം വെയിറ്റ് ഉണ്ട് കേട്ടോ. അതാണ് സാധനം. മറ്റേത് ബോക്സ് ആണ്. അവരൊന്നും വിചാരിക്കില്ല. കാണിക്കട്ടെ. നല്ല വൃത്തിയുള്ള പാക്കിംഗ് കേട്ടോ ഇത്. നല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ പയ്യെ. ഇത് നല്ല പയ്യെ മുറിക്കണം. ഇത് നല്ല പയ്യെ തൊട്ട് സ്പീഡിൽ മുറിക്കണം. ഇവിടെ ടേപ്പ് ഉണ്ട്. ഓക്കെ ബാക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ബോക്സ്. ബോക്സ് ഇത് പാക്ക് ചെയ്യാനാണ് സാധനം വാങ്ങാൻ പോയത്. ഇത് വാങ്ങിക്കാനാ പോയതല്ലേ? ശരിയായില്ല. അത് എന്തോ സ്കാം ആയിരുന്നു. അല്ല ഞാനും വിചാരിച്ചില്ല. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴാണ്. പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരുപാട് നന്ദി നിങ്ങളോടുണ്ട്. അത് നമ്മൾ വിചാരിച്ചല്ല. ഈ ഒരു നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മൾ വെറുതെ തുടങ്ങിയിട്ടതാണ് ഫാമിലിക്ക് വേണ്ടിയിട്ട്. ചുമ്മാ ഒരു ദിവസം. പക്ഷെ അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു.
വളരെയധികം നമ്മളെ നന്ദിയുണ്ട് ഫസ്റ്റ് കേട്ടോ ചാനൽ ഇപ്പം 6 lakh സംതിങ് ആയിട്ടുണ്ട്. അപ്പൊ അതൊരു 3 lakh കൂടി കേറിയാൽ നമുക്ക് ഗോൾഡൻ ഫ്ലേ ബട്ടൺ നമുക്ക് കൂടി ഒരുമിച്ച് കിട്ടും. ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ അല്ല ആ സൈഡ് അല്ല. യ്യോ, ഓക്കെ പിടിച്ചോ. 3, 2, 1 സ്റ്റാർട്ട്. പണിവാളിപ്പോയി ഒന്നിടാ അല്ല അത് ഓക്കെ ഓക്കെ ഓക്കെ. യൂട്യൂബിന്റെ ഒഫീഷ്യൽ നമുക്ക് ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ 100 ഓർ യുവർ 1000 എന്നിങ്ങനെ കുറേ എഴുതിയിട്ട് തന്നിട്ടുണ്ട്. യു ആർ സിൻസിയർലി നീൽ മോഹൻ യൂട്യൂബ് CEO. ആളുടെ സിഗ്നേച്ചർ ഒക്കെ ഉള്ള ഒരു ഒരു കാർഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ് മൈൽ സ്റ്റോൺ. വി ആർ ഓണേർഡ് ടു ടേക്ക് പാർട്ട് ഓഫ് ദി റെക്കഗ്നൈസിങ് യുവർ അച്ചീവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു കാർഡുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ റെയറാണ്, എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. ക്യാഷ് കൊടുത്താൽ കിട്ടൂലല്ലോ. നമ്മുടെ മെയിൻ സംഭവം എന്താ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. ഇനി അടുത്ത് കിട്ടാനുള്ളത് അൽഫനായി കാണിച്ചേക്കണം. ഗോൾഡൻ ഡയമണ്ട്. പിന്നെ നിങ്ങൾ ഒന്നും കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ മെയിൻ ചാനലിന് അൽഫ വിനോദ് ഖാൻ ചാനലിന് നമുക്ക് ഉടനെ തന്നെ 1 മില്യൺ ആക്കാൻ പറ്റും. 1 മില്യൺ ആവും. ഇതിൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചാനലിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അൽഫലാസ് ഫാമിലി എന്ന് പറയുന്ന സിൽവർ പ്ലേ ബട്ടൺ. ഇനി അടുത്ത് കിട്ടാനുള്ളത് അൽഫനായി കാണിച്ചേക്കണം. ഗോൾഡൻ ഡയമണ്ട് ചാനലിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അൽഫലാസ് ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെ മറ്റേ പ്ലേ ബട്ടന്റെ അവിടെ ഇരിക്കുവാണ്. ഞാൻ ജസ്റ്റ് ക്യാമറ കാണിച്ചു തരാം അടുത്തായിട്ട്. ഇനി മറ്റേത് റെഡ് റൂബി ഒക്കെ ഉണ്ട്. ഗൈസ് നമ്മൾ അതൊക്കെ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നല്ല, അതൊന്നും കിട്ടാൻ ചാൻസേ ഇല്ല. ഇത് അതിമോഹമായി പോകും. ഇപ്പൊ ഇത് കിട്ടിയാലും നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഏറ്റവും വലിയ അതെ, നിങ്ങൾ തന്ന അംഗീകാരമാണ്. നമ്മൾ എന്തായാലും നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന അംഗീകാരമാണ്. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഒരെണ്ണം കിട്ടാൻ വേണ്ടി തന്നെ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുള്ളത്. വെറുതെ അല്ല നമ്മൾ നമ്മുടെ ആ പ്ലേ ബട്ടണിന്റെ അടുത്ത് ഒരുമിച്ച് ആക്കിയാലും നമ്മള് മറ്റേ പ്ലേ ബട്ടൺ വന്നപ്പോൾ അപ്പൊ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതോ അങ്ങനൊന്നും അല്ല. ഇതൊക്കെ നമുക്ക് അത്രയും യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാം അത് എന്തുമാത്രം എഫേർട്ട് എടുക്കേണ്ട സംഭവമാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സംഭവമാണ് 2 എണ്ണം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് നിങ്ങളും കൂടെ ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കിട്ടത്തില്ല. കാര്യം നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിനും കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ 3 എണ്ണം ഇവിടെ എത്തും. നമുക്കൊന്ന് ആക്റ്റീവ് ആക്കണം. അപ്പൊ എന്തായാലും എല്ലാരോടും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഇത് എന്റെ പ്ലേ ബട്ടൺ, ഇത് അവരുടെയും എന്റെയും ഒക്കെ ആയിട്ടുള്ള പ്ലേ ബട്ടൺ. ഈ പ്ലേ ബട്ടൺ നമുക്കുള്ളതല്ല, നിങ്ങൾ തന്നാണ് നമുക്ക്. അതെ, നിങ്ങൾ തന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നതാണ് ഈ പ്ലേ ബട്ടൺ. അപ്പൊ നമുക്കിത് എന്തായാലും ഇവിടെ ഫ്രെയിം ചെയ്ത് തന്നെ വെക്കാൻ പോവുകയാണ്. ഇത്രയും വരെ ഓർമ്മ വരും അല്ലേ? ഇത് കാണുമ്പോൾ 1 ലക്ഷം ആയപ്പോൾ ഇത് കിട്ടിയത്. 1 ലക്ഷം പേരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടിയത്. നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമുക്കിത് നേടാൻ പറ്റൂല. എന്തായാലും താങ്ക്സ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നോർമലി നമ്മളൊരു അൺബോക്സിങ് ചെയ്യുന്നതിനെക്കാട്ടി സ്പെഷ്യൽ ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് പിന്നെ ഇവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നടക്കത്തില്ലായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് കൊറിയറിനെ വിളിക്കുമ്പോഴൊക്കെ അറിയാം ഇവർ പോയതപ്പോഴാണ് അവർ വിളിച്ചത്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം ഇതേപോലെയല്ല വേറെ രീതിയായിരുന്നു, ബ്ലൈൻഡ് ടെസ്റ്റ് ആയിരുന്നു. അതെന്താ ബ്ലൈൻഡ് ടെസ്റ്റ് അങ്ങനെ എന്താ നടത്തിയിട്ടാണ് നമ്മൾ ഈ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തത്. അതൊരു സർപ്രൈസ് ആയിട്ടാണ് ചെയ്തത്. അപ്പം എന്തായാലും ന്യൂ ഇയർ ആയിട്ട് തന്നെ നമുക്ക് ഈ സാധനം കിട്ടിയെന്നുള്ളതാണ്. ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെയാണ് നമുക്ക് ഈ സംഭവം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു സാധനം കിട്ടി തുടങ്ങുമ്പോൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ വർഷം ഇനി കുറേ ഗോൾസ് ഉണ്ട്, എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോയിൽ. 2 ചാനലും സബ്സ്ക്രൈബ് അല്ലേ? 2 ചാനലും 3, 4 ഇപ്പോൾ ഉമ്മാക്ക് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനലിൻ്റെ അക്കൗണ്ടിൽ കയറുമ്പോൾ തന്നെ താഴെ ഫിദായുടെ ചാനലും വാപ്പാടയും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയാം. ഫാമിലി എന്നുള്ള ചാനലിൽ കാണും, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം അൽഫില ഫാമിലി എന്ന്. അത് അൽഫിദ വിനോദ് ഖാൻ എന്ന് കാണും. അപ്പോൾ എല്ലാ ചാനലും അൽഫില ചാനലിൽ കയറുമ്പോൾ തന്നെ താഴോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. എല്ലാം നിങ്ങളൊന്ന് സപ്പോർട്ട് കിട്ടേക്കണം. നമ്മളെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെ വിലയേറിയ കമൻറ്റ് നമുക്ക് വളരെ അനിവാര്യമാണ്. എന്നാലും നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു
പ്രചോദനം ഉണ്ടോ? വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് പാപ്പ കറക്റ്റ് അച്ചടി മലയാളത്തിൽ സംസാരിക്കുവാണ്. സംസാരിച്ചധികം ശീലമില്ലാത്തതുകൊണ്ടാണ്. പാപ്പ അങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അപ്പൊ പിന്നെ സംസാരിക്കാൻ ഒരു ട്രബിൾ ഉണ്ട്. ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ, പക്ഷെ പിന്നെ ഇപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഫിദ വരുമ്പോ എന്തെങ്കിലും ഒരു ചിരി കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവണേ എന്തോ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ ഇന്നത് പിടുത്തം കിട്ടിയില്ല. ഇന്ന് ഞാൻ വെച്ച സാധനം എന്താ വന്നാണ്. അതെന്താണ് ഫിദായും കൂടെ അല്ലേ പ്ലാൻ ചെയ്ത്, അപ്പൊ പൊളിയും, അവളെ കഷ്ടപ്പാട് പോകുന്നുള്ളതുകൊണ്ട്. ഞാൻ ഒറ്റയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ അവള് നേരത്തെ കൂട്ടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പിന്നെ ഇത് സെറ്റ് ചെയ്യുന്നതൊക്കെ കാണാം കേട്ടോ നമുക്കിനി ലാസ്റ്റ്. നമ്മൾ 2 പ്ലേ ബട്ടൺ വരുമെന്നായപ്പോൾ നമ്മളിത് ഡ്രില്ലർ എടുത്ത് നേരത്തെ ചെയ്ത് വെച്ചു കേട്ടോ, ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഡ്രില്ലർ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല, അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയാൽ പിന്നെ അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചതാണിത്. നമ്മളെ 2 പ്ലേ ബട്ടൺ. യെസ്, അതുപോലെ തന്നെ നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ അവിടെ നമുക്ക് വലിയൊരു സ്പേസ് ഇതുപോലെ ഉണ്ടാക്കണം, നമുക്ക് പ്ലേ ബട്ടൺ വെക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ 2 പ്ലേ ബട്ടൺ എന്ന് പറയുമ്പോൾ. ഇനി ഫിദായുടെ ചാനലിൽ നമ്മൾ 100K ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ പ്ലേ ബട്ടൺ ഇവിടെ വെക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഉമ്മാക്ക് ചാനൽ തുടങ്ങുന്നുണ്ട്, അത് 100K ആയാലും നമ്മൾ ഇവിടെ വെക്കും. എന്നിട്ട് നമ്മുടെ ഗോൾഡ് മുകളിൽ വെക്കും. അതൊക്കെയാണ് ആഗ്രഹം. പക്ഷെ നിങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. അതെ, ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമുക്ക് 2 പ്ലേ ബട്ടൺ ഉണ്ട്. ഒരെണ്ണം പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, അപ്പൊ നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഗായ്സ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.